വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി, നെപ്പോളിയൻ്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? നെപ്പോളിയൻ്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 വാട്ടർലൂ യുദ്ധം നടന്നത് 1815 ഓർത്തു വെച്ചോണം. വാട്ടർലൂ യുദ്ധം നടന്നത് 1815. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി ശരിയായ പ്രസ്താവനകളാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം നടന്നത് 1917. അപ്പം ശരിയായ പ്രസ്താവനകളും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഓപ്ഷൻ ഡി, ലൂയി 14. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 14. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക. ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന: ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്: ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു. ഹാരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഹാരപ്പൻ ജനത വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ആ ശരിയായ പ്രസ്താവനകളും കൂടെ ഓർത്തു വയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ചൗരി ചൗര സംഭവം, അഹമ്മദാബാദ് മിൽ സമരം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന വർഷങ്ങളൊന്ന് നോക്കട്ടെ. ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്നിരിക്കുന്നത് 1922. അഹമ്മദാബാദ് മിൽ സമരം 1918. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം 1929. ചമ്പാരൻ സത്യാഗ്രഹം 1917. പിന്നെ ഇത് കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാം. അപ്പോൾ ഏത് വരും? ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വരേണ്ടത്? 4, 2, 1, 3. 4, 2, 1, 3. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. 4, 2, 1, 3. അപ്പോൾ ഈ വർഷങ്ങളും കൂടെ ചേർത്ത് പഠിക്കുക. ചൗരി ചൗര സംഭവം 1922. അഹമ്മദാബാദ് മിൽ സമരം 1918. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം 1929. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ എ, അഖില തിരുട്ടാണ്. അഖില തിരുട്ട് വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ്. അഖില തിരുട്ട് വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്
ജാതി മീമാംസ, ദർശനമാല, ആത്മോപദേശ ശതകം. അതും കൂടെ ഓർത്തു വയ്ക്കുക. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. ഓപ്ഷൻ എ, ഭൂകമ്പനാഭി. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂകമ്പനാഭി. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? ഓപ്ഷൻ ബി, യുവത്വഘട്ടം. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? യുവത്വഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു. ഓപ്ഷൻ ഡി, ഡയമണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഡയമണ്ടാണ്. ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ. ഓപ്ഷൻ എ, കേപ്പൻ. ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ കേപ്പൻ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി, ഇടുക്കി. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. ഓപ്ഷൻ എ, ഗ്രീൻഫീൽഡ്. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, പഴം പച്ചക്കറികളുടെ ഉൽപാദനം. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം പച്ചക്കറികളുടെ ഉൽപാദനം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി. ഓപ്ഷൻ എ, റാബി. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം. ഓപ്ഷൻ സി, സിഡ്കോ. SIDCO. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം സിഡ്കോയാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ സി, ന്യൂഡൽഹി. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഏതൊക്കെയാണ്? സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ലോക പയറുവർഗ ദിനം. ഓപ്ഷൻ എ, ഫെബ്രുവരി 10. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ, ഫ്രഞ്ച്. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഫ്രഞ്ച്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. മാൻഡമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ, കൽപ്പന. മാൻഡമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം കൽപ്പന. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ സി, 51A. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത്. ഓപ്ഷൻ ഡി, അറ്റോർണി ജനറൽ. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് അറ്റോർണി ജനറൽ. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടുന്നവയാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ. ഓർത്തു വച്ചോണം, കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടുന്നവ: പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. ഓപ്ഷൻ എ, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? ഓപ്ഷൻ ഡി, യൂണിയൻ ലിസ്റ്റ്.
തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? യൂണിയൻ ലിസ്റ്റിൽ. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ഓപ്ഷൻ ബി ഭരണഘടന. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ഭരണഘടനയിൽ നിന്ന്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി. ഓപ്ഷൻ സി മെഡിസെപ്പ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഓട്ടിസം ബാധിച്ച കുട്ടികൾ. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ ബി നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കുമേ. അപ്പോൾ ഇപ്പോഴത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നെ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ ബെറിയാണ്. അതുപോലെ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് സിഇഒ BVR സുബ്രഹ്മണ്യനാണ്. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ ബെറി, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ BVR സുബ്രഹ്മണ്യൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? ഓപ്ഷൻ എ വില്ലൈ. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? വില്ലൈ. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ സി മെഡുല. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത്? ഓപ്ഷൻ ബി Ca++, കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു Ca++, കാൽസ്യം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി ഗൗട്ട്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഗൗട്ട്. ICDSന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ICDSന്റെ പൂർണ്ണ രൂപം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. എലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഓപ്ഷൻ ഡി എയ്ഡ്സ്. എലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? എയ്ഡ്സ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? ഓപ്ഷൻ ബി രണ്ടാം ചലന നിയമം. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? രണ്ടാം ചലന നിയമം. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? ഓപ്ഷൻ എ 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിൻ്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. ഓപ്ഷൻ ഡി എല്ലാം 1, 2, 3. അപ്പോൾ ഇതെല്ലാം ശരിയാണ് കേട്ടോ. അതായത് ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിൻ്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഏതൊക്കെയാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണേ. ഈ ചോദ്യത്തിൽ തന്നെയുള്ളൊരു ചോദ്യമാണ്. അതായത് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ്. ഇത് പല PSC പരീക്ഷകളിലും ഈ 10th ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്.
ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് നിക്രോം. ഓക്കെ, അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി EOS 06. ഇതിപ്പോൾ 2022 ചോദ്യം ആയതുകൊണ്ട് ഈ 41ാമത്തത് 2026 ആവശ്യമില്ല. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഓപ്ഷൻ ബി ആണ്, ജർമേനിയം, സിലിക്കൺ, ബോറോൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ജർമേനിയം, സിലിക്കൺ, ബോറോൺ ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി ഷെൽ നമ്പർ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൾണിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? ഓപ്ഷൻ സി Cr, ക്രോമിയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൾണിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? Cr, ക്രോമിയം. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ഓപ്ഷൻ സി ലീച്ചിങ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ലീച്ചിങ്. ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിയാഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിയാഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളേവ? ഇതിൽ ശരിയായ ജോഡികൾ പാവക്കുട്ടി ഗ്രേസി, എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റക്കാട്. അപ്പോൾ ഇവിടെ 2, 4 ശരി. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ പാവക്കുട്ടി ഗ്രേസി, എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റക്കാട്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആത്മകഥ. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥ. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തതേത്? ഓപ്ഷൻ ബി ദ ക്രിയേഷൻ ഓഫ് ആദം. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ദ ക്രിയേഷൻ ഓഫ് ദി ആദം. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചനകളാണ് ഗോൾഡൻ ഏജ്, പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി, മെൽറ്റിംഗ് വാച്ചസ്. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സാൽവദോർ ദാലിയുടെ രചനകൾ ഗോൾഡൻ ഏജ്, പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി, മെൽറ്റിംഗ് വാച്ചസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ഓപ്ഷൻ എ നൃത്തം ചെയ്യുന്ന കുടകൾ. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.